നമസ്കാരം. ഏറ്റുമാനൂരിൽ ഷൈനി എന്ന് പറയുന്ന ഒരു അമ്മയും രണ്ട് പെൺമക്കളും ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത വാർത്ത കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് പുറത്തു വന്നത്. ഇത് വീട്ടുകാരുടെ മാനസിക പീഡനവും അതുപോലെ തന്നെ ഭർത്താവിൽ നിന്നുള്ള മാനസിക പീഡനവും സഹിക്കവയ്യാതെയാണ് അവർ ആത്മഹത്യ എന്നുള്ള ഒരു വഴിയിലേക്ക് അവർ പോയതും അവർ ആത്മഹത്യ ചെയ്തതും. പക്ഷേ ഓരോ ദിവസം കഴിയും തോറും ആ കുടുംബത്തിൽ ഷൈനി അത്രയും കാലം അനുഭവിച്ചിരുന്ന പീഡനങ്ങളും വേദനകളും നിറഞ്ഞിട്ടുള്ള ഒരു ജീവിതത്തിന്റെ ഒരു കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ നമ്മളും ഞെട്ടലാവുകയാണ്. കാരണം ഈ ഒരു ആത്മഹത്യയുടെ വാർത്ത പുറത്തു വന്നപ്പോൾ എല്ലാവരും, അതിപ്പോ നമ്മളാണെങ്കിലും പ്രതികരിക്കും, എന്തിനാണ് അവര് ആത്മഹത്യ ചെയ്തത്, ജീവിച്ച് കാണിക്കുകയല്ലേ വേണ്ടിയിരുന്നത് എന്നൊക്കെ പറയാ. രണ്ട് കുഞ്ഞു മക്കളുടെ മുഖത്തേക്ക് നോക്കൂ, അവരെയും കൊണ്ട് എങ്ങനെ ആത്മഹത്യയിലേക്ക് പോകാനായിട്ട് അവർക്ക് സാധിച്ചു എന്നൊക്കെ നമ്മളും ഇങ്ങനെ വൈകാരികമായി നമ്മൾ പ്രതികരിച്ചു പോകും. പക്ഷെ അത്രയും കാലം ഈ ഒരു മരിക്കുന്നതിന് മണിക്കൂറുകൾ മുൻപ് വരെ അവർ ആ വീട്ടിൽ അനുഭവിച്ചിരുന്നത് അത്രയേറെ മാനസികമായിട്ടുള്ള പീഡനങ്ങളായിരുന്നു. അതായത് ആരുമില്ല, തനിക്ക് എല്ലാ ആശ്രയവും പറ്റൂ, ഇനി ഞാനും ഈ മക്കളും കൂടി ഇനി എന്ത് ചെയ്യും, ഇനി ജീവിതത്തിലോട്ട് തന്നെ കൈപിടിച്ചുയർത്താനോ തനിക്കൊരു പിന്തുണ തരാനോ ആരുമില്ല എന്നൊരു അവസ്ഥയിൽ എത്തിയപ്പോഴാണ് അവരെ മരണം എന്നൊരു വഴി തിരഞ്ഞെടുത്തത്. മാത്രമല്ല ഈ ഒരു അവർ മരണപ്പെട്ടതിന് ശേഷവും അവരുടെ ഒരു മൃതദേഹത്തിന്റെ പേരിൽ അല്ലെങ്കിൽ അവരെ അടക്കം ചെയ്യുന്നതിന്റെ പേരിലും ആ കുടുംബത്തിൽ ഒരു വിലപേശൽ നടന്നു എന്നുള്ളതാണ് നമ്മളെ ഏറെ ഞെട്ടലുണ്ടാക്കുന്നത്. തീർച്ചയായും ആ ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഞെട്ടലോട് കൂടി കേൾക്കേണ്ടി വരുന്നത്. അതായത് സ്വന്തം അച്ഛൻ തന്നെ സ്വന്തം മകളെ ഒറ്റി, നമ്മൾ പറയില്ല ചില്ലിക്കാശിന് ഒറ്റി കൊടുത്തു എന്ന് പറയുന്ന പോലെ തന്നെ ഒറ്റിയിരിക്കുകയാണ്. അതായത് സ്വന്തം മകൾ അവിടെ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തൊരു പ്രശ്നമുണ്ട് ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട്. ഈ ഒരു വാർത്ത പുറത്തു വന്നപ്പോൾ ഈ ഒരു മരണ വാർത്ത പുറത്തു വന്നപ്പോൾ ഈ നോബി എന്ന, അതായത് ഈ ഷൈനിയുടെ ഭർത്താവിന്റെ വീടിന് തൊട്ടടുത്തുള്ള അയൽവാസികൾ ചോദിക്കുകയാണ്, അത് നോബി ചേട്ടന്റെ ഭാര്യയായിരുന്നോ, ജോലിക്കാരിയല്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ആ വീട്ടിൽ ആ ഷൈനി അനുഭവിച്ച വേദന. ശരിയാണ്, അമ്മയെ ഒരു പെൺമക്കൾ അല്ലെങ്കിൽ പെൺകുട്ടികളാവുമ്പോൾ നമ്മൾ കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ ആ വീട്ടിൽ ജോലി ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങളൊക്കെ പലതും ഉണ്ടാവും. പക്ഷെ ഇത്തരത്തിലൊരു വേലക്കാരിക്ക് തുല്യം ഒരു മനുഷ്യനാണെന്നുള്ള പരിഗണന പോലും കൊടുക്കാതെ ഒരു സ്വന്തം ഭാര്യയാണ്, മക്കളുടെ രണ്ട് പെൺമക്കളുടെ അല്ലെങ്കിൽ 3 മക്കളുടെ 2 പെൺമക്കളും ഒരു ആൺകുട്ടിയുണ്ട്, ഈ 3 പേരുടെ അമ്മയാണെന്നുള്ള പരിഗണന പോലും കൊടുക്കാതെ വെറും ഒരു മനുഷ്യ ജീവിക്കും ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിച്ച് അത്രയും മാനസികമായി വിഷമത്തിൽ ഉണ്ടാകുന്നു. സാമ്പത്തികപരമായി ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ കുടുംബശ്രീയിൽ നിന്നും ലോൺ എടുക്കാൻ ഏകദേശം 1,26,000 രൂപയോളം കുടുംബശ്രീയിൽ നിന്ന് ലോൺ എടുക്കാനായി പ്രേരിപ്പിക്കുന്നു. ഞാൻ അടച്ചോളാമെന്ന് ഉറപ്പ് കൊടുക്കുന്നു. അങ്ങനെ ഷൈനി ലോൺ എടുക്കുകയാണ്. പക്ഷെ ആരും അടയ്ക്കുന്നില്ല. പിന്നീട് കൈയൊഴിയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. സത്യത്തിൽ പെട്ടിരിക്കുന്നത് ആ കുടുംബശ്രീയിലെ അംഗങ്ങളാണ്. 1,26,000 രൂപയോളം ഇവരുടെ കയ്യിൽ നിന്ന് കൊടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതല്ല നമ്മുടെ ഇവിടുത്തെ വിഷയം. പക്ഷെ ഇപ്പോൾ ഇവിടെ കുര്യാക്കോസ് എന്ന അച്ഛനെ കുറിച്ച്, ഈ അച്ഛനുമായി ബന്ധപ്പെട്ട് ആദ്യമേ തന്നെ ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ട് ആദ്യമേ തന്നെ ഒരു ബൈറ്റ് എടുക്കാനായി ഒരു മാധ്യമം അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോവുകയായിരുന്നു. എനിക്ക് തോന്നുന്നു ആ മാധ്യമത്തിലാണ് ആദ്യമായിട്ട് ഇദ്ദേഹത്തിന് ബൈറ്റ് വരുന്നത്. അപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ഒരു ബോഡി ലാംഗ്വേജും സംസാരവും സംസാര രീതിയും ഒക്കെ, മക്കൾ ഇവിടെ ഒക്കെ തന്നെ ഉണ്ടായിരുന്നു, ഷൈനിക്ക് സഹോദരങ്ങളില്ലേ എന്ന് ചോദിച്ചപ്പോൾ സഹോദരങ്ങളുണ്ട്, അവർക്ക് ഇവിടെ വന്ന് സമയം ചിലവഴിക്കാനുള്ള സമയമൊന്നുമില്ല, വന്നു കണ്ടു പോയി എന്നുള്ളതായിരുന്നു. പിന്നീട് ഷൈനിയുടെ മൃതശരീരം 3 ദിവസത്തിന് ശേഷം, അതായത് ഈ ആശുപത്രിയിൽ, കാരിക്കോസ് ആശുപത്രിയിൽ 3 ദിവസത്തോളം മോർച്ചറിയിൽ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇവരുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. ഇതിനിടയിൽ ഒരു വിലപേശൽ നടന്നിട്ടുണ്ടെന്നാണ് വ്യക്തമാകുന്നത്. അതായത് ഷൈനി ഒരിക്കൽ പോലും 9 മാസം ഷൈനി ഭർത്താവിന്റെ വീട്ടിൽ നിന്നും വന്നത് സ്വന്തം വീട്ടിൽ ഒന്ന് സമാധാനത്തോടു കൂടി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഷൈനി ഭർത്താവിന്റെ പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് വന്നത്. ഒരിക്കൽ പോലും ആഗ്രഹിച്ചിരുന്നില്ല ഭർത്താവിന്റെ വീട്ടിലേക്ക് തിരികെ പോകാൻ എന്നുള്ള. അവരുടെ തന്നെ ഇടവകയിലാണ് ഇപ്പോൾ അടക്കം ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. മൂത്ത മകനെ കൊണ്ട് കേസ് കൊടുത്തല്ലെങ്കിൽ അത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടാണ് നോബി ഇത്തരം കളികൾ കളിച്ചത്. അപ്പൻ, അതായത് കുര്യാക്കോസ് എന്ന് പറയുന്ന ഈ വ്യക്തി, ഈ ഷൈനിയുടെ അച്ഛൻ, പണം വാഗ്ദാനം ചെയ്തു, അല്ലെങ്കിൽ ഈ ചടങ്ങുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ചിലവുകളും നോബി നോക്കാമെങ്കിൽ ഞങ്ങൾ തരാം, ഞങ്ങൾ ഈ മൃതശരീരങ്ങൾ വിട്ടു നൽകാമെന്നാണ് പറഞ്ഞത്. മാത്രമല്ല, മൃതശരീരം പൊതുദർശനത്തിന് വെക്കണം, ഞങ്ങളുടെ വീട്ടിൽ മൃതശരീരം പൊതുദർശനത്തിന് വെക്കണം, ഈ മരിച്ചതിന് ശേഷമുള്ള നടപടിക്രമങ്ങൾ ആശുപത്രിയിൽ നടന്നിരുന്നു, പോസ്റ്റ്മോർട്ടം നടന്നിരുന്നു, ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ചെലവും അത് നോബി നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഈ മൃതശരീരം വിട്ടു നൽകാമെന്നാണ് പറയുന്നത്. അങ്ങനെ നോബി ഇങ്ങോട്ട് വരണമെന്നും പറഞ്ഞു തോന്നുന്നു. നോബി ഏത് വീട്ടിൽ വന്ന് കാണണമെങ്കിൽ ഞങ്ങൾക്ക് ഇത്രയും ഡിമാൻഡ് വെക്കുകയായിരുന്നു. ഈ അപ്പൻ 3 കാര്യങ്ങൾ ഡിമാൻഡ് വെക്കുകയായിരുന്നു എന്നാണ് പുറത്തു വരുന്നത്. ഈ പുറത്തു വരുന്നത് എങ്ങനെ പുറത്തു വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും
പള്ളി ഇടവകയിലെ ഒരു വികാരി അച്ഛൻ വാട്സാപ്പിൽ അയച്ച സന്ദേശം വഴിയാണ് ഈ കാര്യങ്ങളും പുറത്തു വരുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളാണെന്ന് പറഞ്ഞ ഒരു വോയിസ് റെക്കോർഡാണ് പുറത്തു വരുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പുറം ലോകം അറിയുന്നത്. അങ്ങനെയെങ്കിൽ ഈ നോബി ഇപ്പോൾ കസ്റ്റഡിയിലാണ്, പോലീസ് കസ്റ്റഡിയിലുണ്ട്. അദ്ദേഹത്തെ പോലെ തന്നെ കുറ്റക്കാരനാണ് അദ്ദേഹത്തിന്റെ അതായത് ഈ ഷൈനിയുടെ പിതാവ് എന്നാണ് ആരോപണം വരുന്നത്. മാത്രമല്ല ഈ ഷൈനിയുടെ മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ആദ്യഘട്ടത്തിൽ കാണാതാകുന്നു, പിന്നീട് കണ്ടെത്തുന്നു, അതും ഷൈനിയുടെ വീട്ടിൽ നിന്ന് തന്നെ കണ്ടെത്തുന്നു. അങ്ങനെ നിരവധി കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ ഫോൺ ഇപ്പോൾ ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷം ഇനി കൂടുതൽ അതിന് വേണ്ടിയിട്ട് അവർ അയച്ചിരിക്കുകയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കാരണം ഈ മരിക്കുന്നതിന് ഈ തലേ ദിവസം എന്തോ നോബി അവരെ ഫോണിൽ വിളിച്ച് എങ്കിൽ നീ മരിക്കൂ എന്നുള്ള രീതിയിലൊരു കാര്യം അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതൊക്കെ നീക്കം ചെയ്ത രീതിയിലാണ്, ഫോണിൽ നിന്ന് ഈ മെസ്സേജും കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്ത രീതിയിലാണ് കാണുന്നത്. പക്ഷെ അതൊക്കെ വീണ്ടും തിരിച്ചെടുക്കാനായിട്ട് ഈ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ എന്തായാലും തെളിവുകൾ അതിൽ ഉണ്ടാകും എന്നുള്ള കാര്യം അത് ഉറപ്പാണ്. മാത്രമല്ല ഈ ക്രിസ്ത്യാനികൾക്കിടയിൽ തന്നെ ഈ ഒരു ഇടവക, അവർക്ക് ഓരോരോ ഇടവകയിലുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഷൈനിയെ നോബിയുടെ പള്ളി ഇടവകയിലാണ് അടക്കം ചെയ്യുന്നത് എന്നുള്ള വാർത്തയൊക്കെ വന്നപ്പോൾ ഇങ്ങനെ ഹെഡ്ലൈനൊക്കെ കണ്ടിരുന്നു. ഒരിക്കലും ചെല്ലാൻ ഇഷ്ടപ്പെടാത്ത സ്ഥലത്താണ് അവർ അന്തിയുറങ്ങാൻ പോകുന്നത് എന്നുള്ളത്. കാരണം ജീവിച്ചിരിക്കുമ്പോൾ യാതൊരു തരത്തിലുള്ള സ്നേഹമോ പരിഗണനയോ ഒന്നും നൽകാത്ത, അല്ലെങ്കിൽ അവരെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാത്ത അവിടെയാണ് ഇവര് ഈ രണ്ട് മക്കളും അതുപോലെ തന്നെ ഷൈനിയും അന്ത്യവിശ്രമം കൊള്ളുന്നത്. അതിൽ അവരുടെ വീട്ടുകാർക്കും കൂടി പങ്കുണ്ട് എന്നുള്ളതാണ്. പക്ഷെ നമ്മളൊക്കെ പറയും, ശരിക്കും പറഞ്ഞാൽ അവരുടെ വീട്ടുകാർ തിരിച്ചൊന്ന് പ്രതികരിക്കില്ലായിരുന്നു വേണ്ടത്. എന്തൊക്കെ പറഞ്ഞാലും തന്റെ മകളെ ഇത്രയേറെ ഉപദ്രവിച്ച് അവിടെ അവരടക്കം ചെയ്യില്ല, അല്ലെങ്കിൽ അവരുടെ ശരീരം വിട്ടുകൊടുക്കില്ല. നമ്മുടെ പള്ളിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഇടവകയിൽ തന്നെ അവര് അന്ത്യവിശ്രമം കൊള്ളട്ടെ എന്ന് പറയുകയല്ലേ വേണ്ടത്. പക്ഷെ എന്തുകൊണ്ടാണ് ഈ ഒരു പിതാവ് ഇത്തരത്തിൽ ഇവിടെ പ്രതികരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാകാൻ സാധിക്കുന്നത്. വിദ്യാസമ്പന്നയാണ്, അതായത് BSc നഴ്സിംഗ് കഴിഞ്ഞതാണ്. എങ്ങനെ നോക്കിയാലും തൊട്ടടുത്തുള്ള കെയർ ഹോമില് ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ്. കെയർ ഹോമിലെ അദ്ദേഹം തന്നെ പറയുന്ന ജീവനക്കാരൻ ഉടമസ്ഥൻ തന്നെ പറഞ്ഞിരുന്നു, ഷൈനിയുടെ ഒരു ദുഃഖം കണ്ടിട്ട് 15,000 രൂപയായിരുന്നു സാധാരണ നിലയിൽ അവിടെ ഉണ്ടായിരുന്നത്. അതിൽ 12 വർഷത്തെ ഒരു കരിയർ ഗ്യാപ്പ് വന്നുകൊണ്ട് തന്നെ ഉടനടി നഴ്സായി നമുക്ക് ജോലി നൽകാൻ സാധിക്കുകയില്ല. പക്ഷെ ഒരു കെയർ ഹോമിൽ എല്ലാ ആൾക്കാരെയും ശുശ്രൂഷിക്കുന്ന തരത്തിലൊരു പോസ്റ്റ് നൽകിയിരുന്നു. സാധാരണ ആൾക്കാർ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ 1000 രൂപ കൂട്ടി 16,000 രൂപയാണ് ഏകദേശം നൽകിയിരുന്നെന്ന് പറയുന്നു. മാത്രമല്ല ഈ അപ്പച്ചന്റെ, അതായത് അച്ചാച്ചന്റെ, അമ്മയുടെ അച്ഛൻ ഷൈനിയുടെ പിതാവിന്റെ ക്രൂരതകൾ എന്താണെന്ന് രണ്ട് മക്കളും, അല്ലെങ്കിൽ മൂത്ത കുട്ടിക്ക് കുറെ കൂടി അറിവുള്ള കുട്ടിയാണ്, കുറച്ചുകൂടി വലിയ കുട്ടിയാണ്. ആ കുട്ടി ഇദ്ദേഹത്തിന്റെ മക്കളോട് പറയുന്ന കാര്യം പറയുന്നുണ്ട്. അതായത് പള്ളിയിൽ പോയതിനു ശേഷം ഈ മക്കളോടൊപ്പമാണ് തിരിച്ചു വന്നുകൊണ്ടിരുന്നത്. ചിലപ്പോഴൊക്കെ ഇവരുടെ കാർ, തൊട്ടടുത്ത വീടുകളാണ്, ഇവരുടെ കാറിലാണ് ഈ രണ്ട് പിള്ളേരും അദ്ദേഹത്തിന്റെ മക്കളും വന്നുകൊണ്ടിരുന്നത്. ആ ഘട്ടത്തിൽ എപ്പോഴും പറയുന്നു, അപ്പച്ചൻ പറഞ്ഞു ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞു, കളിക്കരുതെന്ന് പറഞ്ഞു എന്ന് പറയുന്നു. പിന്നീട് ഒരു ദിവസം ചോദിച്ചപ്പോൾ കാറിൽ കയറാൻ ഇവർ മടിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. അത് അച്ഛൻ പറഞ്ഞു കാറിൽ കയറണ്ട എന്ന് പറഞ്ഞു, ഇനി വരണ്ട എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. പിള്ളേർ ഓടിപ്പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോഴുള്ള പ്രധാന ഒരു ആക്ഷേപം എന്ന് പറയുന്നത് ഈ കുര്യാക്കോസിനെ, അതായത് ഈ ഷൈനിയുടെ പിതാവിനെ കൂടി പോലീസ് വിശദമായി തന്നെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഈ നോബി എങ്ങനെയാണോ കുറ്റക്കാരനാവുന്ന അതേ രീതിയിൽ തന്നെ കുറ്റക്കാരൻ കുര്യാക്കോസും ഉണ്ടെന്നുള്ളതാണ്. എന്തുകൊണ്ട് നമ്മൾ ആവർത്തിച്ച് ഈ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുന്നു എന്ന് വെച്ചു കഴിഞ്ഞാൽ, മാതാപിതാക്കൾ, അതായത് ഈ ഷൈനിക രണ്ട് കുട്ടികൾക്കും ഒരു താങ്ങായി, തണലായി, എന്താണ് ഈ ഭക്ഷണമൊന്നും വയറ് നിറയെ കൊടുത്തില്ലെങ്കിലും ഒരു കഞ്ഞിയിലെ വെള്ളമെങ്കിലും കഞ്ഞിയെങ്കിലും ഏതെങ്കിലും ഒരു നേരം കൊടുത്തുകൊണ്ട് കുറച്ച് മനസ്സമാധാനം കൂടി കൊടുത്തിരുന്നുവെങ്കിൽ ഒരു പക്ഷേ അവർ ഇന്നും ജീവിച്ചിരിപ്പുണ്ടായേനെ. അതുപോലെ തന്നെ നമ്മുടെ ഈ കുടുംബത്തിൽ, അതായത് പലരും പറയും നിനക്ക് അവിടെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ കളഞ്ഞിട്ട് പോരെ, നീ അവനെ കളഞ്ഞിട്ട് പോരെ എന്ന് പറയുന്നുണ്ടല്ലേ. അതായത് ഇപ്പൊ ഒരുപാട് ആത്മഹത്യ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ ആത്മഹത്യക്കൊക്കെ തന്നെ പരാതി ഉണ്ടായിരുന്നല്ലോ. ഭർത്താവ് ഉപദ്രവിക്കുന്നുണ്ട് എന്ന് വീട്ടുകാരോട് പറഞ്ഞാലും അവര് പറയും നീ അവനെ സഹിച്ചു നിൽക്കൂ എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട് അനവധി പെൺകുട്ടികളാണ് ആത്മഹത്യ ചെയ്തിട്ടുള്ളത്, അല്ലെ, സ്ത്രീധനവുമായി ബന്ധപ്പെട്ടുള്ള. ഇന്നും കൂടെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഇവര് മരിച്ചിട്ടുള്ള അതേ ഒരു ആത്മഹത്യ രീതിയിൽ ഒരു അമ്മയും മകളും ട്രെയിനിന് മുന്നിൽ ചാടി, കോട്ടയത്ത് തന്നെ ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തതിനായിട്ട്. പക്ഷെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല. പക്ഷെ പ്രാഥമികമായിട്ട് പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ചിട്ട് ഇവരും ഭർത്താവിൽ നിന്ന് അകന്നു കഴിയുകയാണ്. വേറെ മാതാപിതാക്കളൊക്കെ മരിച്ചു, അമ്മയും മകളും മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഒരുപാട് മാനസികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള
പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അവരും അനുഭവിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതിനിടയിലാണ് അവരിപ്പോൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ലോക്കോ പൈലറ്റിന്റെ അടക്കം മൊഴി പുറത്തു വന്നിട്ടുണ്ട്. അതായത് ട്രെയിൻ വരുന്ന ആ ഒരു സമയത്താണ് അത്ര അവര് എടുത്ത് ചാടിയത്. ഇവിടെ ഷൈനി മക്കളും അവര് പാളത്തിൽ തന്നെ ഇരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്, കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു എന്ന് പറയുന്നത്. പക്ഷെ ഇവർ ആ ട്രെയിൻ വരുന്ന അവിടെ നിന്ന് വരുമ്പോഴാണ് ഇവർ ഈ പാളത്തിലോട്ട് ഇറങ്ങി നിന്നത്. ഈ സമയത്ത് ഈ മകള് 15 വയസ്സാണ് മകൾക്ക് പ്രായം, അമ്മയെ പുറകോട്ട് പിടിച്ച് വലിക്കുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ വേണ്ട, ആ കുട്ടിക്ക് അറിയണ്ടാവില്ലായിരിക്കും ആത്മഹത്യ ചെയ്യാനാണ് വന്നതെന്ന്. ആ സമയത്ത് അമ്മയെ പിടിച്ച് പുറകിലോട്ട് വലിക്കുമ്പോൾ അമ്മ തന്നെയാണ് ഈ ഒരു കുട്ടീനെ പിടിച്ചു വലിച്ചുകൊണ്ട് ട്രെയിനിന് മുന്നിലേക്ക് ചാടുകയായിരുന്നു. അപ്പോൾ ഈ ഇവർക്ക് ട്രെയിൻ ലോക്കോ പൈലറ്റിന് അവർക്ക് എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് തന്നെ അവരും ട്രെയിനടിയിലേക്ക് വീഴുകയായിരുന്നു. അതിദാരുണമായിട്ടുള്ള ഒരു മരണമാണ് സംഭവിച്ചിരിക്കുന്നത്. സമാനമായിട്ടുള്ള രീതിയിലുള്ള മരണമാണ് സംഭവിച്ചിരിക്കുന്നത്. അതും ഏറെ നമുക്ക് വളരെ അതിദാരുണം എന്ന് മാത്രമേ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അതായത് ഇവിടെ ഇങ്ങനെയാണ്, ഭർത്താവിന്റെ വീട്ടിൽ ബുദ്ധിമുട്ടുണ്ട്, മകളെ വിളിച്ചുകൊണ്ട് വരുമ്പോൾ ആദ്യത്തെ കുറച്ച് നാളുകളൊക്കെ തന്നെ അച്ഛനും അമ്മയും നല്ല രീതിയിൽ നോക്കും. അവർ വരുമാനത്തിനോ ചിലവിനോ ഒന്നും തന്നെ നൽകേണ്ടതില്ല, കുത്തുവാക്കുകൾ കൊണ്ട് നിറയ്ക്കാതിരുന്നാൽ മതിയാകും, ഒരുപക്ഷെ അവർ നിന്ന് പൊക്കോളും. മാത്രമല്ല ഈ ഷൈനിയുടെ അച്ഛൻ പറഞ്ഞു അത്രേ, ഷൈനിയുടെ എവിടെയെങ്കിലും ജോലിക്ക് പൊക്കോ, ജോലിക്ക് പോയ ഈ 2 പിള്ളേരെ 2 പെൺമക്കളെ ഇവിടെ നിർത്തേണ്ടതില്ല, എവിടെയെങ്കിലും കൊണ്ട് ഹോസ്റ്റലിൽ നിർത്തിക്കോളൂ എന്നാണ് പറയുന്നത്. ഷൈനിയുടെ തന്നെ വോയിസ് ക്ലിപ്പാണ് പുറത്തു വന്നത്. അതിൽ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നത്. അപ്പോൾ ഷൈനി എന്ന് പറയുന്ന ഈ അമ്മയ്ക്കും 2 പെൺമക്കൾക്കും നീതി ലഭിക്കണമെങ്കിൽ എന്താണ് യഥാർത്ഥ കാരണം, ആരൊക്കെയാണ് ഇവരെ ഈ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടതെന്ന് അറിയേണ്ടതുണ്ട്. കുര്യാക്കോസ് എന്ന പിതാവിലും വലിയ രീതിയിലുള്ള പിഴവ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹവും കൂടി ഈ നീതിക്ക് മുന്നിൽ വന്ന് അല്ലെങ്കിൽ പോലീസ് കൃത്യമായി അദ്ദേഹത്തെ കൂടി ചോദ്യം ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഏതായാലും ഈ ഒരു കേസിന്റെ കൂടി കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും. അതോടൊപ്പം തന്നെ ഇന്ന് വന്നിട്ടുള്ള വാർത്തയും ഏറെ നമ്മൾ പറഞ്ഞ പോലെ അതിദാരുണം എന്നേ പറയാൻ സാധിക്കുള്ളൂ. ഇത്തരത്തിലുള്ള വാർത്തകൾ ഇനിയും, ഈ ഒരു ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്നൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ള വാർത്തകൾ വരുമ്പോൾ അതിന്റെ താഴെയായിട്ട് കാണും. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ അധികമാവുകയാണ്. അതിൽ മക്കളെ കൂടി ഉൾപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഏറെ ദുഃഖകരം. ഇപ്പോൾ നടന്നിട്ടുള്ള എല്ലാ സംഭവങ്ങളും എടുത്തു നോക്കുകയാണെങ്കിൽ ഒന്നും അറിയാത്ത, അല്ലെങ്കിൽ ജീവിതം എന്താണെന്ന് അറിഞ്ഞു വരുന്ന ഈ കുട്ടികൾ കൂടി ഒരു അച്ഛന്റെയും അമ്മയുടെയും തമ്മിലുള്ള പ്രശ്നങ്ങൾക്കിടയിലും അവരും ഇരയാവുകയാണ് എന്നുള്ളതാണ് ഏറെ ദുഃഖകരം. ഏതായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ. നമുക്ക് ഭാവിയിൽ അതിനുള്ള കാര്യങ്ങൾ മാനസികമായിട്ടാണെങ്കിലും ശാരീരികമായിട്ടാണെങ്കിലും നമ്മൾ കൂടുതൽ കുറച്ചുകൂടെ സ്ട്രോങ് ആവുക എന്നൊക്കെ നമുക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനായിട്ടേ സാധിക്കുള്ളൂ. എന്നിരുന്നാലും ഇത്തരത്തിലുള്ള വാർത്തകൾ ഇനിയെങ്കിലും കേൾക്കാതിരിക്കട്ടെ എന്ന് നമുക്കും പ്രതീക്ഷിക്കാം.